ഗൈസ് ഇത് നോക്കിയാൽ നമുക്ക് രാവിലെ തന്നെ ഗ്യാസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഗ്യാസ് കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ? നമുക്കതാ ഗ്യാസ് വന്നു. അതെ ഗൈസ്, കിട്ടി, നമുക്ക് ഗ്യാസ് കിട്ടിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണല്ലോ, ഗ്യാസ് തീർന്നു പോയി, ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത ഗ്യാസ് കിട്ടുന്നില്ല, ഇത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും, അങ്ങനെയുള്ള പല ടെൻഷനിലാണ് എല്ലാവരും. ഇതുപോലെ സെക്കൻഡ് ഫ്ലോറും അതേപോലെ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അടുപ്പ് കത്തിക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ പിന്നെ ഗ്യാസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് അതാ നമ്മൾ ഇഞ്ചക്ഷൻ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വേറെ ലെവലാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇത് ഞാൻ എങ്ങനെ ബുക്ക് ചെയ്ത് ഇത്ര പെട്ടെന്ന് ഗ്യാസ് നമ്മുടെ കുറുക്കഞ്ചേരിയിലുള്ള ഇന്ത്യ ഗ്യാസുകാരെ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും പെട്ടെന്ന് ഗ്യാസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം ലൈറ്റ് ആക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എടുക്കുക. അതിൽ ഈ ഒരു വാട്സാപ്പ് നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ട് അതിലേക്കൊരു ഹായ് എന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ റീഫിൽ എന്ന് പറഞ്ഞോ ഒന്ന് സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, പ്ലീസ് ചൂസ് യുവർ ലാംഗ്വേജ്. അതിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ആരുടെ പേരിലാണോ അവരുടെ പേരിൽ ഇത് ഇങ്ങനെ ഒരു വെൽക്കം ടു ഇന്ത്യൻ ഓയിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അതിൽ നമ്മൾ ബുക്ക് LPG റീഫിൽ എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് മെസ്സേജ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ ഡോർ സ്റ്റെപ്പ് സർവീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് എല്ലാം വന്നിട്ടില്ലെങ്കിൽ അവർ നെക്സ്റ്റ് മെയിൻ മെനു എന്നും പറഞ്ഞ് പിന്നെയും വരും. പിന്നെ നമുക്ക് ആ സെയിം മെസ്സേജ് തന്നെ വരും. ഞാനിപ്പോൾ അയച്ചത് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ പിന്നെ ആ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം നമ്മൾ എപ്പോഴാണോ ലാസ്റ്റ് ഗ്യാസ് വന്നത്, ആ ഗ്യാസ് വന്നതിന് ശേഷം 28 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ഇതുവഴി ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവഴി എന്നല്ല, എങ്ങനെയായാലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 28-30 ദിവസം കഴിയണം. ഇപ്പം എനിക്ക് 28 ദിവസമാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് 18-ാം തീയതി എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് 18-ാം തീയതി ഞാൻ വീണ്ടും റീഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് സെയിം വന്ന പോലെ തന്നെ മെസ്സേജ് പിന്നെയും വരും. നമുക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മെസ്സേജ് വരും. അതിൽ നമ്മൾ ഏതാണോ റീഫില്ലാണെങ്കിൽ റീഫിൽ ഒന്നും കൂടി ബുക്ക് LPG റീഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് അതേപോലെ പിന്നെയും മെസ്സേജ് വരും. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഇതുവരെ ഏതാണോ ഓപ്ഷൻ തരുന്നത് ആ ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഡോർ സ്റ്റെപ്പ് സർവീസാണ്, വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സർവീസ് ആണെങ്കിൽ നമ്മളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഇത് കറക്റ്റാണോ എല്ലാം ചോദിക്കും, ID ഒക്കെ. അപ്പോൾ S കൊടുക്കുക. S കൊടുത്തതിന് ശേഷം നമുക്കിത് ബുക്കായിട്ടുണ്ടെങ്കിൽ യുവർ ഓർഡർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്ലേസ്ഡ് വിത്ത് റെഫറൻസ് നമ്പർ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു എമൗണ്ടോട് കൂടിയുള്ള ഒരു മെസ്സേജ് വരും. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്തോടെ നമ്മുടെ ഗ്യാസ് ബുക്കായിട്ടുണ്ടാവും. ഈ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് 10ാമത്തെ ദിവസം എനിക്ക് ഗ്യാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ബുക്കിംഗ് ആയി 10ാമത്തെ ദിവസം തന്നെ DSC നമ്പർ വരുന്നതാണ്. അത് അവർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ചേട്ടൻ തന്നെയാണ്. ഈ പ്രാവശ്യം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഗ്യാസ് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. കാര്യം ഇപ്പോൾ കിട്ടാത്തൊരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് ഈ ചേട്ടനും പ്രത്യേക താങ്ക്സ് പറയുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.